നിങ്ങൾ ജീവിതത്തിലൂടെ വലിയ പ്രതിസന്ധിയിലൂടെ, പ്രശ്നങ്ങളിലൂടെയൊക്കെ കടന്നു പോവുകയാണ്. നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊന്നും നേടാൻ നിങ്ങൾക്ക് സാധിച്ചില്ലേ? ആഗ്രഹങ്ങൾ പലതും, പല സ്വപ്നങ്ങളും നിങ്ങൾ ആഗ്രഹിച്ചു. ഒരുപക്ഷെ അതിനുവേണ്ടി ശ്രമിച്ചു. പലതും വിജയം കണ്ടെത്തിയില്ല. ജീവിതത്തിൽ എല്ലാ ഭാഗങ്ങളിലും നിരാശയും പരാജയവുമാണ്. ജീവിതത്തിൽ വളർച്ചയും ഉയർച്ചയൊന്നും ലഭിക്കുന്നില്ലേ? ആഗ്രഹങ്ങളുണ്ടായിട്ടും പലതും നിങ്ങൾക്ക് നടപ്പിലാക്കുവാൻ സാധിക്കുന്നില്ലേ? അലസതയും മടിയുമൊക്കെ നിങ്ങളുടെ ഒരു മുതൽക്കൂട്ടാണ്. നിങ്ങളെല്ലാം മാറ്റിവെക്കുകയാണ്. പരാജയ ചിന്ത എപ്പോഴും മനസ്സിൽ കടന്നുകൂടിയിട്ടുണ്ടോ? നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് തന്നെ മതിപ്പില്ലാത്തൊരവസ്ഥ. അങ്ങനെയൊക്കെയാണോ ജീവിതത്തിലൂടെ നിങ്ങൾ കടന്നു പോകുന്നത്? എങ്കിൽ നിങ്ങൾ ഈ വീഡിയോ വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. ഇതൊരല്പം സമയമെടുക്കുന്ന ഒരു വീഡിയോ ആണ്. അതുപോലെ തന്നെ ഇതിലെ കോൺസെപ്റ്റ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് വളരെ ക്ഷമയോടുകൂടെ കേട്ടിരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് അത് ശരിയായിട്ട് മനസ്സിലാവുകയുള്ളൂ. എന്നാൽ ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ജീവിതത്തിൽ വലിയ പരിവർത്തനങ്ങൾ, മാറ്റങ്ങൾ, വിജയങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. അതിന് നിങ്ങൾ ചിലവഴിക്കേണ്ടത് കുറച്ച് സമയം. വളരെ ശ്രദ്ധയോടുകൂടെ നിങ്ങൾ ഈ കോൺസെപ്റ്റ് കേട്ട് ഇരിക്കുക. നിങ്ങളുടെ മനസ്സിലേക്ക് ഇത് ആഴത്തിലിറങ്ങട്ടെ. അത് നിങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുത്തുവാനും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കുവാനും നിങ്ങളുടെ ശക്തി തിരിച്ചറിയുവാനും നിങ്ങളെ സഹായിക്കും. ഇതിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുക. യു ടേക്ക് ചാർജ് ഓഫ് യുവർ ലൈഫ്. ഇത്രയും കാലം, വർഷങ്ങളായി നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്ത് നിങ്ങളാവുന്ന വാഹനത്തിൻ്റെ ഡ്രൈവറായി മുന്നോട്ട് നയിക്കുന്നത് നിങ്ങളുടെ മനസ്സാണ്. ഈ മനസ്സെന്താണ്? ഈ മനസ്സ് എങ്ങനെയാണ് രൂപീകരിക്കപ്പെട്ടിരിക്കുന്നത്? നിങ്ങളുടെ കഴിഞ്ഞ കാലത്തെ അനുഭവങ്ങളിലൂടെ, നിങ്ങളുടെ കഴിഞ്ഞ കാലത്തെ ആളുകളുമായിട്ടുള്ള സമ്പർക്കത്തിലൂടെ, നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളിൽ നിന്ന്, നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന്, നിങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ നിന്ന്, നിങ്ങളുടെ സമൂഹത്തിൽ നിന്ന്, നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന്, സോഷ്യൽ മീഡിയയിൽ നിന്ന്, സിനിമകളിൽ നിന്ന്, ഇങ്ങനെ നിങ്ങൾ ബന്ധപ്പെട്ട എല്ലാ സാഹചര്യങ്ങളിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്ന വിശ്വാസങ്ങളുടെ, വികാരങ്ങളുടെ ഒക്കെ ഒരു ആകത്തുകയാണ് നിങ്ങളുടെ മനസ്സ്. നിങ്ങൾ നല്ല ഒരു സാഹചര്യങ്ങളിലൂടെയാണ് കടന്നു പോയിട്ടുള്ളതല്ലെങ്കിൽ ഉണ്ടെങ്കിൽ വിജയങ്ങൾ, നല്ല അനുബോധനങ്ങൾ, അപ്രീസിയേഷൻസ്, വിജയങ്ങൾ, നിങ്ങളെക്കുറിച്ച് നല്ലത് മാത്രം പറയുന്ന വ്യക്തികൾ, അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ, ഇതിലൂടെയൊക്കെയാണ് നിങ്ങൾ കടന്നു പോയിട്ടുള്ളതെങ്കിൽ നിങ്ങളുടെ മനസ്സ് നിങ്ങൾക്ക് അനുകൂലമായിട്ടായിരിക്കും അധിക സമയം പ്രവർത്തിക്കുക. എന്നാൽ നമ്മളിൽ ഭൂരിപക്ഷം പേർക്കും നമുക്കുണ്ടായിട്ടുള്ള ജീവിതാനുഭവങ്ങൾ വളരെ മോശമായിട്ടുള്ളതായിരിക്കാം. പരാജയങ്ങളായിരിക്കാം, കുറ്റപ്പെടുത്തലുകളായിരിക്കാം, നമ്മുടെ കുറവുകളെ ചൂണ്ടിക്കാണിക്കുന്ന വ്യക്തികളും സാഹചര്യങ്ങളുമായിരിക്കാം. ഇങ്ങനെ ഉള്ളൊരു മനസ്സാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ ആ മനസ്സ് മിക്കവാറും നിങ്ങളെ കൂടുതൽ പ്രശ്നങ്ങളിലേക്കും പരാജയങ്ങളിലേക്കും മാത്രമേ കൊണ്ടുപോവുകയുള്ളൂ. കാരണം ആ മനസ്സിൽ അത്തരത്തിലുള്ള വിശ്വാസങ്ങളും വികാരങ്ങളും ചിന്തകളുമാണ് ഉള്ളത്. അത് നിങ്ങളെ മോശമായ അവസ്ഥയിലൂടെ കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കുന്നു.
ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു മോചനം ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുക. യു ടേക്ക് ചാർജ് ഓഫ് യുവർ ലൈഫ്, നോട്ട് യുവർ മൈൻഡ്. നിങ്ങളുടെ മനസ്സ് വർഷങ്ങളായി നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കുകയാണ്. നിങ്ങളുടെ മനസ്സാണ് നിങ്ങളെ നിയന്ത്രിക്കുന്നത്. ഇനി അതിനെ അനുവദിച്ചുകൂടാ. നിങ്ങൾ നിങ്ങളുടെ നിയന്ത്രണം ഏറ്റെടുക്കുക. യു ടേക്ക് ചാർജ് ഓഫ് യുവർ സെൽഫ്. യു ടേക്ക് ചാർജ് ഓഫ് യുവർ സെൽഫ്. ഇവിടെ ഞാൻ നിങ്ങൾ എന്ന് പറയുന്നതും നിങ്ങളുടെ മനസ്സ് എന്ന് പറയുന്നതും രണ്ടും രണ്ടാണ്. നിങ്ങളുടെ മനസ്സ് ഈ പറഞ്ഞ അനുഭവങ്ങളെ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഒരു എനർജി. അതിൽ നിങ്ങളുടെ പരാജയ ചിന്തകൾ, നിങ്ങൾക്കുണ്ടായിട്ടുള്ള മോശം അനുഭവങ്ങൾ, അതിൽ നിന്നിട്ടായിട്ടുള്ള വിശ്വാസങ്ങൾ, എനിക്ക് സാധിക്കില്ല, എനിക്ക് കഴിയില്ല, ഞാൻ പരാജിതനാണ്, എനിക്ക് ബന്ധങ്ങളില്ല, ഞാൻ മടിയനാണ്, ഞാൻ അലസനാണ്, ഞാൻ എപ്പോഴും ദേഷ്യപ്പെടുന്നവനാണ്, എനിക്ക് ക്ഷമയില്ല, എനിക്ക് ഡിസിപ്ലിൻ ഇല്ല, എനിക്ക് ശ്രദ്ധയില്ല. ഇങ്ങനെ നിങ്ങളുടെ അനുഭവങ്ങളിൽ നിന്നും ഉണ്ടായിട്ടുള്ള ഇത്തരത്തിലുള്ള ചിന്തകൾ, ബിലീഫുകൾ, വിശ്വാസങ്ങൾ, അതോടനുബന്ധിച്ച് ഉണ്ടായിട്ടുള്ള ഇമോഷൻസ്, ഇവയുടെയൊക്കെ ആകത്തുകയായിട്ടുള്ള ആ മനസ്സാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ നിയന്ത്രിക്കുന്നതെങ്കിൽ നിങ്ങൾ പരാജയത്തിലേക്കും മോശമായിട്ടുള്ള സാഹചര്യങ്ങളിലേക്കുമല്ലേ വീണ്ടും വീണ്ടും പോവുക. അപ്പം അത്തരത്തിലുള്ളൊരു മനസ്സ്, അതിനാണ് നിങ്ങളുടെ ജീവിതത്തിലെ നിയന്ത്രണം, നിങ്ങളുടെ ചാർജ് നിങ്ങൾ കൊടുത്തിട്ടുള്ളതെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ താക്കോൽ കൊടുത്തിട്ടുള്ളതെങ്കിൽ പിന്നെ നിങ്ങൾക്ക് വിജയത്തെക്കുറിച്ച് ചിന്തിക്കാൻ സാധിക്കുമോ? വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ സാധിക്കുമോ? എന്നാൽ നിങ്ങളൊന്ന് മനസ്സിലാക്കുക, നിങ്ങൾ വളരെ ശക്തരാണ്. നിങ്ങളുടെ മനസ്സിനേക്കാൾ വലിയ ശക്തിയാണ് നിങ്ങൾക്കുള്ളത്. സോ യു ടേക്ക് ചാർജ് ഓഫ് യുവർ ലൈഫ്. നിങ്ങൾ നിങ്ങളുടെ ചാർജ് ഏറ്റെടുത്തു കഴിഞ്ഞാൽ അനാവശ്യമായിട്ടുള്ള ചിന്തകൾ, പാസ്റ്റിനെക്കുറിച്ച്, ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ചിന്തകൾ, ഇതൊന്നും നിങ്ങളെ അലട്ടില്ല. നിങ്ങൾ ഈ നിമിഷത്തിൽ ജീവിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾ തീരുമാനിച്ച കാര്യങ്ങൾ നടപ്പിലാക്കുവാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ചാർജ് ഏറ്റെടുക്കുക. യു ടേക്ക് ചാർജ് ഓഫ് യുവർ ലൈഫ്. നിങ്ങൾ ആവർത്തിച്ച് നിങ്ങളോട് പറയുക, ഞാൻ എൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്നു. ഇത്രയും വർഷങ്ങളായി മനസ്സേ, നീയായിരുന്നു എന്നെ നിയന്ത്രിച്ചിരുന്നത്. ഇനി ഇനി മുതൽ ഞാൻ എൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്നു. ഐ ടേക്ക് ചാർജ് ഓഫ് മൈ സെൽഫ്. ഞാൻ എൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്നു. ഇത് നിങ്ങൾ പലതവണ നിങ്ങളോട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഐ ടേക്ക് ചാർജ് ഓഫ് മൈ സെൽഫ്. ഞാൻ എൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നു. ഇത് നിങ്ങൾ പറയുക. ഇടയ്ക്കൊക്കെ നിങ്ങൾ ഓർമ്മപ്പെടുത്തുക. ഐ ടേക്ക് ചാർജ് ഓഫ് മൈ സെൽഫ്. ഞാൻ എൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്നു. എൻ്റെ മനസ്സല്ല, ഞാനാണ് എൻ്റെ ജീവിതത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്നത്. നിങ്ങൾ ഇത് പല ആവർത്തി നിങ്ങളോട് പറയുമ്പോൾ ഇത്രയും കാലം ഉറങ്ങിക്കിടന്ന നിങ്ങളുടെ ജീവിതത്തിൻ്റെ ചാർജ് ഏറ്റെടുക്കുകയും, അങ്ങനെ നിങ്ങൾ ചാർജ് ഏറ്റെടുക്കുമ്പോൾ നിങ്ങൾ ഈ നിമിഷത്തിൽ മാത്രമായിരിക്കും ജീവിക്കുക. ശരിയായ ചിന്തകൾ, കാര്യങ്ങൾ മാത്രമേ നിങ്ങളിലൂടെ കടന്നു പോവുകയുള്ളൂ. അപ്പോഴൊക്കെ നിങ്ങളുടെ മനസ്സ് വന്ന് വീണ്ടും നിങ്ങളുടെ നിയന്ത്രണം ഏറ്റെടുക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ നിയന്ത്രണം ഏറ്റെടുക്കുമ്പോൾ നിങ്ങളുടെ ചിന്തകൾ കഴിഞ്ഞ കാലത്തെക്കുറിച്ച്, വരാനിരിക്കുന്ന കാലത്തെക്കുറിച്ച്, നിങ്ങളെക്കുറിച്ച് മോശമായിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ ദേഷ്യം, നിങ്ങളുടെ ഭയം, മറ്റുള്ള ആളുകളുടെ കുറ്റപ്പെടുത്തൽ, ഇങ്ങനെ 100,000
നമ്മുടെ ജീവിതത്തെ തടയിടുന്ന കാര്യങ്ങളിലേക്ക് വ്യാപിച്ചുകൊണ്ടേയിരിക്കും. അപ്പോഴൊക്കെ നിങ്ങൾ നിങ്ങളോട് പറയുക, ഞാൻ എൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്നു. ഐ ആം ഇൻ ചാർജ് ഓഫ് മൈ സെൽഫ്. ഐ ആം ഇൻ ചാർജ് ഓഫ് മൈ സെൽഫ്. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ നിയന്ത്രണം ഏറ്റെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ ജീവിതം നിങ്ങൾ ആഗ്രഹിച്ച പോലെ നിങ്ങളുടെ സ്വപ്നങ്ങളൊക്കെ നിങ്ങൾക്ക് അനായാസേന നേടിയെടുക്കുവാൻ സാധിക്കും. നിങ്ങൾ ചാർജ് ഏറ്റെടുത്തു കഴിഞ്ഞാൽ മടി, അലസത, മാറ്റിവെക്കൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങളുടെ അടുത്തോട്ട് വരില്ല. എപ്പോഴൊക്കെ നിങ്ങൾ കാര്യങ്ങൾ മാറ്റിവെക്കുന്നുവോ, നിങ്ങൾ മടി പിടിച്ചിരിക്കുന്നുവോ, നിങ്ങൾ ഓരോ കാര്യങ്ങളെക്കുറിച്ച് അനാവശ്യമായിട്ട് ഒരുപാട് സമയം ചിന്തിച്ചിരിക്കുന്നുവോ, അപ്പോഴൊക്കെ അവിടെ ചാർജ് ഏറ്റെടുത്തിരിക്കുന്നത് നിങ്ങളുടെ മനസ്സാണെന്ന് തിരിച്ചറിയുക. എപ്പോഴൊക്കെ നിങ്ങൾ ശാന്തമായിരിക്കുന്നുവോ, ചിന്തകളിൽ ഇല്ലാത്ത അവസ്ഥകളിരിക്കുന്നുവോ, പ്രവർത്തികൾ ചെയ്യുന്നുവോ, നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ ഉള്ളത് ഉണ്ടെങ്കിൽ അപ്പോഴൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളാണ് നിങ്ങളുടെ ചാർജ് ഏറ്റെടുത്തിരിക്കുന്നത്. യു ആർ ഇൻ ചാർജ് ഓഫ് യുവർ സെൽഫ്. നിങ്ങൾ നിങ്ങളുടെ നിയന്ത്രണം എടുത്തിരിക്കുന്ന സാഹചര്യങ്ങളിൽ അവിടെ കഴിഞ്ഞ കാലത്തിനോ വരാനിരിക്കുന്ന കാലത്തിനോ പഴയ നിങ്ങളെക്കുറിച്ച് നിങ്ങൾ സൃഷ്ടിച്ച മോശമായിട്ടുള്ള കഥകൾക്കോ ഒന്നും പ്രാധാന്യമില്ല. അവിടെ ഈ നിമിഷം പ്രവൃത്തി ചെയ്യുന്നു, മുന്നോട്ട് പോകുന്നു. ജീവിതത്തിലെ ഓരോ നിമിഷവും അനുഭവിച്ച് മുന്നോട്ട് പോകുന്നു. എന്നാൽ എപ്പോഴൊക്കെ മനസ്സാണോ ചാർജ് ഏറ്റെടുത്തിരിക്കുന്നത്, അവിടെ ഈ നിമിഷമില്ല. അവിടെ പാസ്റ്റും ഫ്യൂച്ചറും മനസ്സ് സൃഷ്ടിച്ച കഥകളും മാത്രമേ ഉള്ളൂ. ആ കഥകൾക്കാണ് നമ്മൾ എനർജി കൊടുത്തുകൊണ്ടേയിരിക്കുന്നത്. ആ കഥകൾക്ക് എനർജി കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള മനസ്സിന് എനർജി കൊടുക്കുമ്പോൾ, നമ്മൾ നമുക്കെതിരെ തിരികുകയാണ് ചെയ്യുന്നത്. കാരണം നമ്മളുടെ മനസ്സിൽ നിറഞ്ഞിരിക്കുന്നത് ലിമിറ്റ് ചെയ്യുന്ന ബിലീഫുകൾ, വിശ്വാസങ്ങൾ. എനിക്ക് കഴിയില്ല, എനിക്കത് സാധിക്കില്ല, എന്തിനാ ശ്രമിക്കുന്നത്, പിന്നെ അതുപോലെ എനിക്ക് വയ്യ, ക്ഷീണമാണ്, ഞാൻ ശ്രമിക്കില്ല, അല്ലെങ്കിൽ നമ്മൾക്കുണ്ടായിട്ടുള്ള മോശമായിട്ടുള്ള അനുഭവങ്ങളെക്കുറിച്ച് കുറേ ചിന്തിച്ചു കൂട്ടുക. ഇതൊക്കെയാണ് മനസ്സ് ചാർജ് ഏറ്റെടുക്കുമ്പോൾ സംഭവിക്കുന്നത്. എന്നാൽ നിങ്ങൾ ചാർജ് ഏറ്റെടുക്കുമ്പോൾ അവിടെ അത്തരം ചിന്തകൾക്ക് ഒരു പ്രസക്തിയുമില്ല. അവിടെ ഉള്ള അവസ്ഥ ശാന്തവും ആത്മവിശ്വാസമുള്ളതും വളരെ സന്തോഷത്തോടെയും നിലനിൽക്കുന്ന അവസ്ഥ. ആ അവസ്ഥയിൽ നിങ്ങൾക്ക് എന്തും സാധ്യമാണ്. എന്ത് തീരുമാനം എടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്കത് നടപ്പിലാക്കുവാൻ സാധിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും, ചില എമർജൻസി സിറ്റുവേഷൻസിൽ അത്യാവശ്യമായിട്ട് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തേ പറ്റൂ, നേടിയേ പറ്റൂ എന്ന് ഉള്ള ആ ഒരു അവസ്ഥയിലെത്തുമ്പോൾ അവിടെ മനസ്സില്ലാത്ത ഒരവസ്ഥ വരികയും ചിന്തകളില്ലാത്ത അവസ്ഥ വരികയും നിങ്ങൾ ആ പ്രവൃത്തി ചെയ്ത് ആ ലക്ഷ്യം നേടുന്ന ഒരവസ്ഥ. ആ അവസ്ഥയാണ് നിങ്ങൾ നിങ്ങളെ തന്നെ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ, നിങ്ങൾ നിങ്ങളുടെ തന്നെ നിയന്ത്രണം ഏറ്റെടുക്കുമ്പോൾ സംഭവിക്കുന്ന അവസ്ഥ. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ചാർജ് ഏറ്റെടുക്കുക. യു ടേക്ക് ചാർജ് ഓഫ് യുവർ ലൈഫ്, നോട്ട് യുവർ മൈൻഡ്. നിങ്ങളുടെ മനസ്സിനല്ല നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ ഏൽപ്പിക്കേണ്ട ശക്തി അത് നിങ്ങൾ തന്നെയാണ്. മനസ്സ് എപ്പോഴോ നിയന്ത്രണം ഏറ്റെടുത്തു, നിങ്ങൾ പിന്നെ അലസമായിട്ട് അങ്ങ് കിടന്നുറങ്ങിപ്പോയി. പിന്നെ മനസ്സ് ഇങ്ങനെ ജീവിതം കൊണ്ടുപോകുന്നു. എപ്പോഴൊക്കെയോ നമ്മളൊന്ന് ഉണർന്നു നോക്കുമ്പോൾ, ഓ, ആഗ്രഹിച്ച കാര്യങ്ങളൊന്നും നേടിയില്ല.
ജീവിതം കൈവിട്ടു പോയി. എല്ലാം പ്രശ്നങ്ങളാണ്. ഇങ്ങനെ നമ്മുടെ ജീവിതം തന്നെ വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലേക്ക് നമ്മുടെ മനസ്സ് കൊണ്ടുപോയി. അപ്പോൾ ഇനിയും അതിനുള്ള ഒരു അനുമതി നമ്മൾ കൊടുക്കണം നമ്മുടെ മനസ്സിന്. നിങ്ങൾ നിങ്ങളുടെ ലൈഫിൻ്റെ ചാർജ് ഏറ്റെടുക്കുക. യു ടേക്ക് ചാർജ് ഓഫ് യുവർ സെൽഫ്. യു ലൂസ് യുവർ മൈൻഡ് ആൻഡ് യു ടേക്ക് ചാർജ് ഓഫ് യുവർ സെൽഫ്. ഇനി മനസ്സിനെ വിശ്രമിക്കാൻ വിടും. അത് കഴിഞ്ഞ കാലത്തെക്കുറിച്ചുള്ള കഥകൾ സൃഷ്ടിച്ച് നമ്മളെക്കുറിച്ച് മോശമായിട്ടുള്ള ഇമേജ് നമുക്ക് തന്നെ സൃഷ്ടിച്ചു തന്ന് ജീവിതം പിടിവിട്ട അവസ്ഥയിലേക്ക് കൊണ്ടുചെന്നെത്തിച്ച് ഇനി നിങ്ങൾ ചാർജ് ഏറ്റെടുക്കുക. നിങ്ങൾ ചാർജ് ഏറ്റെടുത്തു കഴിഞ്ഞാൽ ജീവിതം പുതിയ ഒരു വളർച്ചയുടെ പാതയിലേക്ക് അത്ഭുതകരമായിട്ട് നീങ്ങുന്നത് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. അതിന് നിങ്ങൾ നിങ്ങളുടെ നിയന്ത്രണം ഏറ്റെടുക്കുക. നിങ്ങളുടെ മനസ്സല്ല. എപ്പോഴൊക്കെ മനസ്സ് കഥകളുമായിട്ട് വരുന്നു, നിങ്ങൾ നിങ്ങളോട് പറയുക, ഐ എം ഇൻ ചാർജ് ഓഫ് മൈ ലൈഫ്. ഐ എം ഇൻ ചാർജ് ഓഫ് മൈ ലൈഫ്. അങ്ങനെ ഈ നിമിഷത്തിൽ നിന്ന് നിങ്ങൾ തീരുമാനങ്ങളെടുത്ത് ഓരോ ആക്ഷൻസായി നിങ്ങൾ ചെയ്തു തീർക്കുക. എപ്പോഴൊക്കെ സംശയങ്ങളുമായി നിങ്ങളുടെ മനസ്സ് വരുന്നുവോ, മനസ്സിനെ നിലയ്ക്ക് നിർത്തുക. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ചാർജ് ഏറ്റെടുക്കുക. യു ടേക്ക് ചാർജ് ഓഫ് യുവർ ലൈഫ്. ഡോണ്ട് അലാവ് യുവർ മൈൻഡ് ടു ടേക്ക് ചാർജ് ഓഫ് യു. യു ടേക്ക് ചാർജ് ഓഫ് യുവർ ലൈഫ്. നിങ്ങളുടെ മനസ്സല്ല, നിങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ചാർജ് ഏറ്റെടുക്കേണ്ടത്, നിയന്ത്രണം ഏറ്റെടുക്കേണ്ടത്. ബിക്കോസ് യു ആർ ദ ക്യാപ്റ്റൻ. യു ആർ ദ ക്യാപ്റ്റൻ ഓഫ് യുവർ സോൾ, യുവർ ലൈഫ്. യു ആർ ദ മാസ്റ്റർ. നിങ്ങളാണ് മാസ്റ്റർ, നിങ്ങളുടെ മനസ്സല്ല. ഇത്രയും കാലം നിങ്ങളുടെ മാസ്റ്ററായി ചമഞ്ഞ് നിങ്ങളുടെ മനസ്സ് ജീവിതത്തെ ഈ രീതിയിലൂടെയൊക്കെ കൊണ്ടുപോയി. ഇനി അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ചാർജ് ഏറ്റെടുക്കാൻ സാധിക്കുമെന്ന്. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ, സ്വപ്നങ്ങൾ അത് നേടണമെങ്കിൽ കഴിഞ്ഞ കാലത്തിലും കഥകളിലും കുടുങ്ങിക്കിടന്ന മനസ്സ്, ആ മനസ്സാണ് നിങ്ങളുടെ ജീവിതം നിയന്ത്രിക്കുന്നതെങ്കിൽ സാധ്യമല്ല. അത് നിങ്ങളെ പിറകോട്ട് വലിച്ചുകൊണ്ടേയിരിക്കും. അത് നിങ്ങളെ വീണ്ടും വീണ്ടും കുഴിയിൽ ചാടിച്ചുകൊണ്ടേയിരിക്കും. അതിനെ അനുവദിക്കാതിരിക്കുക. അതിന് ഒറ്റ വഴിയേ ഉള്ളൂ. നിങ്ങൾ നിങ്ങളുടെ നിയന്ത്രണം ഏറ്റെടുക്കുക. ഇടയ്ക്കൊക്കെ നിങ്ങളെ ഓർമ്മിപ്പിക്കുക, ഐ എം ഇൻ ചാർജ് ഓഫ് മൈ ലൈഫ്. ഐ എം ഇൻ ചാർജ് ഓഫ് മൈ ലൈഫ്. ഐ എം ഇൻ ചാർജ് ഓഫ് മൈ ലൈഫ്. ഇത് നിങ്ങൾ കൂടെ കൂടെ ആവർത്തിക്കുകയും നിങ്ങളോട് തന്നെ പറയുകയും ചെയ്യുമ്പോൾ തന്നെ മനസ്സ് ഒരു തരത്തിലും നിങ്ങളെ നിയന്ത്രിക്കാൻ ശ്രമിക്കില്ല. നിങ്ങൾ അത്രയ്ക്കും ഭയമാണ് മനസ്സിന്. നിങ്ങളെപ്പോൾ ചാർജ് എടുക്കുന്നുവോ മനസ്സ് ഓടി ഒളിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ നിയന്ത്രണം ഏറ്റെടുക്കുക. നിങ്ങൾ നിങ്ങളുടെ നിയന്ത്രണം ഏറ്റെടുക്കുന്ന സമയത്ത് മനസ്സ് പോലും നിങ്ങളുടെ സെർവൻ്റായി നിങ്ങൾ പറയുന്നത് എന്തും നടപ്പാക്കുവാൻ വേണ്ടി തയ്യാറായിട്ട് നിൽക്കും. എപ്പോൾ നിങ്ങൾ നിങ്ങളുടെ നിയന്ത്രണം അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾ മറന്നു പോകുന്നുവോ, മെല്ലെ മനസ്സ് നിയന്ത്രണം ഏറ്റെടുക്കുകയും നിങ്ങൾ കടന്നുപോയ വഴികളിലൂടെയൊക്കെ വീണ്ടും നിങ്ങളെ കൊണ്ടുപോവുകയും ബുദ്ധിമുട്ടിലാഴ്ത്തുകയും ചെയ്യും. സോ യു ടേക്ക് ചാർജ് ഓഫ് യുവർ സെൽഫ്. ജീവിതത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ നമുക്ക്
അനുഭവിക്കാനുണ്ട്, എക്സ്പീരിയൻസ് ചെയ്യാനുണ്ട്. എത്രയും മനോഹരമായിട്ടുള്ളൊരു ജീവിതം. അത് നമ്മുടെ മനസ്സിൻ്റെ ഏൽപ്പിച്ച് ആ മനസ്സ് അതിൻ്റേതായ രീതിയിലൂടെ കൊണ്ടുപോകുന്നു. എന്നാൽ നമ്മൾ നമ്മുടെ നിയന്ത്രണം ഏറ്റെടുക്കുമ്പോൾ ജീവിതത്തിലെ ഒരുപാട് നല്ല നിമിഷങ്ങൾ, ഒരുപാട് നല്ല കാര്യങ്ങൾ നമുക്ക് അനുഭവിക്കാനുള്ളത്, എക്സ്പ്ലോർ ചെയ്യാനുള്ളത്, ഇതിനൊക്കെ നമുക്ക് സാധിക്കും. എല്ലാ തരത്തിലുള്ള അഭിവൃദ്ധികളും, സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധി, ബന്ധങ്ങളിലുള്ള അഭിവൃദ്ധി, കരിയറിൽ, പ്രൊഫഷണൽ, ബിസിനസ്സിൽ, ഇതിലൊക്കെയുള്ള വളർച്ച, ഇതൊക്കെ നിങ്ങൾ നിങ്ങളുടെ നിയന്ത്രണം ഏറ്റെടുത്തു കഴിഞ്ഞാൽ അനുഭവിക്കാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ കഴിഞ്ഞ കാലത്തെ കഥകൾ, അത് മനസ്സ് പേറി നടക്കുകയും അങ്ങനെ അതിൽ ഒരു സുഖം കണ്ടെത്തുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല കഥകൾ സൃഷ്ടിക്കാൻ സാധ്യമല്ല. നമ്മുടെ മനസ്സ് പലപ്പോഴും നമ്മുടെ പാസ്റ്റിൽ ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ്. ആ കാലം കടന്നുപോയി. പക്ഷെ മനസ്സിപ്പോഴും വിശ്വസിക്കുന്നത് നിങ്ങളെപ്പോഴും ആ പഴയ കാലത്തെ പ്രശ്നങ്ങളും പരാജയങ്ങളും ഒക്കെ ഉള്ള വ്യക്തിയാണെന്നാണ്. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന നല്ല കാര്യങ്ങളൊന്നും മനസ്സിന് കാണുവാൻ കണ്ണില്ല. അതെപ്പോഴും പഴയ കാലത്തെ നിങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക്, പരാജയങ്ങളിലേക്ക് നിങ്ങളെ വീണ്ടും വീണ്ടും കൊണ്ടുപോകുന്നതിന് വേണ്ടി ആ കഥകളൊക്കെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. നിങ്ങളാകട്ടെ ഒന്നും ചെയ്യാതെ ആ കഥകളും കേട്ടിരിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ നിയന്ത്രണം ഏറ്റെടുക്കുക. ജീവിതത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ നമുക്ക് അനുഭവിക്കാൻ അവസരമുണ്ട്. അത് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ നിയന്ത്രണം ഏറ്റെടുത്തേ പറ്റൂ. ഈ നിമിഷത്തിൻ്റെ കൂടെ നിങ്ങൾ സഞ്ചരിച്ചേ പറ്റൂ. ഇപ്പോൾ ഞാൻ നിങ്ങളോട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ മനസ്സ് വന്ന് പറയുന്നില്ലേ, ഇനി അടുത്ത വീഡിയോ കാണാം, മറ്റെന്തെങ്കിലും കാണാം, ഇതിലൊന്നും അർത്ഥമില്ല, മറ്റെന്തെങ്കിലും നോക്കാം, കേൾക്കാം, ഇങ്ങനെ പറയുന്നില്ലേ? അങ്ങനെ നിങ്ങളത് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ആരാ നിയന്ത്രണത്തിൽ? നിങ്ങളല്ലേ? ക്ഷമിക്കണം, നിങ്ങളുടെ മനസ്സല്ലേ? അതിന് പകരം മനസ്സിനോട് നിങ്ങൾ പറയുകയാണ്, ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്നു. എനിക്ക് വിജയിച്ചേ പറ്റൂ. എനിക്ക് ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയേ പറ്റൂ. അതുകൊണ്ട് എനിക്ക് ഗുണകരമായിട്ടുള്ള കാര്യങ്ങളിൽ മാത്രമേ ഞാൻ നിലനിൽക്കുകയുള്ളൂ. ബിക്കോസ് ഐ ആം ഇൻ ചാർജ് ഓഫ് മൈ ലൈഫ്. കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്നു. ഇങ്ങനെയൊന്ന് നിങ്ങളുടെ മനസ്സിനോടൊന്ന് പറഞ്ഞു നോക്കൂ. ആ നിമിഷം മനസ്സ് ഡിസപ്പിയർ ആവുകയും നിങ്ങൾക്ക് നല്ല ശാന്തിയും ഈ നിമിഷത്തിൽ നിലനിൽക്കാനുള്ള ആ ഒരു ശക്തിയും ലഭിക്കുന്നു. പിന്നെ വീണ്ടും അല്പസമയത്തിന് ശേഷം മനസ്സ് വീണ്ടും ചാർജ് ഏറ്റെടുക്കാൻ വരും. അത് നിങ്ങളോട് വീണ്ടും വന്ന് പറയും, മറ്റു കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കൂ. നോ, നിങ്ങൾ നിയന്ത്രണം ഏറ്റെടുക്കുക. നിങ്ങൾക്ക് ഈ നിമിഷത്തിൽ നിലനിൽക്കാൻ സാധിക്കുമ്പോൾ നിങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ചുക്കാൻ പിടിക്കുന്നത്. എപ്പോഴൊക്കെ ഈ നിമിഷത്തിൽ നിന്ന് നിങ്ങൾ തെന്നി മാറുന്നുവോ, നിങ്ങളുടെ മനസ്സാണ് അവിടെ നിയന്ത്രിക്കുന്നത്. അപ്പോൾ നിങ്ങൾ തീരുമാനിക്കുക, ജീവിതം നിങ്ങൾ ആഗ്രഹിച്ച പോലെ വേണോ? എങ്കിൽ നിങ്ങൾ ചാർജ് ഏറ്റെടുക്കുക. ജീവിതം മനസ്സ് പറയുന്നത് പോലെ ആവട്ടെ എങ്കിൽ നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട. അത് നിങ്ങളെ വീണ്ടും പ്രശ്നങ്ങളിലേക്കും പ്രതിസന്ധികളിലേക്കും പരാജയങ്ങളിലേക്കും കൊണ്ടുപോവുകയും അതിൽ നിന്ന് കഥകൾ മെനഞ്ഞെടുത്ത് വീണ്ടും അത്തരത്തിലുള്ള വഴികളിലൂടെ സഞ്ചരിക്കുവാൻ നിങ്ങളെ പ്രേരിപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിയന്ത്രണം നിങ്ങൾ ഏറ്റെടുക്കുക. യു ടേക്ക് ചാർജ് ഓഫ് യുവർ ലൈഫ്. യു, നോട്ട് യുവർ മൈൻഡ്. നിങ്ങൾ നിങ്ങളുടെ മനസ്സല്ല. ഞാൻ ഈ പറയുന്ന കോൺസെപ്റ്റ് നിങ്ങളുടെ ഉള്ളിലേക്ക് ഇറങ്ങട്ടെ.
അങ്ങനെ ഓരോ നിമിഷവും നിങ്ങൾ നിയന്ത്രണം ഏറ്റെടുത്തൊന്ന് മുന്നോട്ട് പോയി നോക്കൂ. നിങ്ങളുടെ മനസ്സ് അതിൻ്റെ എല്ലാ ശക്തിയും ഉപയോഗിച്ച് തിരിച്ചു വരാൻ ശ്രമിക്കും. നിങ്ങൾ വളരെ ശാന്തമായി, വളരെ ജെൻറ്റിലായിട്ട് നിങ്ങളുടെ മനസ്സിനോട് ഉപദേശിക്കുക ആ സമയത്തൊക്കെ. ഇപ്പോൾ ഞാൻ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്നു. ഇങ്ങനെ പല ആവർത്തി അല്പം ദിവസങ്ങൾ ഒക്കെ കഴിയുമ്പോൾ ജീവിതം വലിയ ഒരു മാറ്റങ്ങളുടെ ഒരു വിളനിലമായിട്ട് മാറുന്നത് നിങ്ങൾക്ക് അനുഭവപ്പെടും. നിങ്ങൾ കാണാത്ത പല കാഴ്ചകളും കേൾക്കാത്ത പല ശബ്ദങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഓരോ നല്ല കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കണ്ണിൽപ്പെടുകയും നിങ്ങളുടെ ജീവിതം ഓരോ നിമിഷവും വളരെ സന്തോഷമുള്ളതും സമാധാനമുള്ളതുമായിട്ട് മാറുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടും. അങ്ങനെ ഓരോ ദിവസങ്ങളും നല്ല അനുഭവങ്ങളും വിജയങ്ങളും സന്തോഷവുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ പിന്നെ മനസ്സ് നെയ്തു കൂട്ടാൻ പോകുന്ന കഥകൾ സന്തോഷത്തിൻ്റെയും വിജയത്തിൻ്റെയും സംതൃപ്തിയുടെയും അഭിമാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒക്കെ കഥകളായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ നിയന്ത്രണം ഏറ്റെടുക്കുക. നിങ്ങളുടെ മനസ്സല്ല. മനസ്സിന് കഴിഞ്ഞ കാലത്തിൽ ജീവിക്കാനേ അറിയൂ. വരാനുള്ള കാലത്തിൽ ജീവിക്കാനേ അറിയൂ. പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിക്കാനേ അറിയൂ. ഭയത്തെക്കുറിച്ച്, വെറുപ്പിനെക്കുറിച്ച്, അസൂയയെക്കുറിച്ച് ഒക്കെ ചിന്തിക്കാനും വികാരം കൊള്ളുവാനും അറിയൂ. അപ്പം അത്തരം കാര്യങ്ങൾ മാത്രം അറിയുന്ന ആ ഒരു എനർജിക്കാണ് നിങ്ങളുടെ ജീവിതം കൊടുക്കുന്നുവെങ്കിൽ പിന്നെ ജീവിതത്തിൽ എങ്ങനെ പുരോഗതി അനുഭവപ്പെടും? ജീവിതത്തിൽ എങ്ങനെ നല്ല അനുഭവങ്ങളുണ്ടാകും? ജീവിതത്തിൽ എങ്ങനെ വിജയം സംഭവിക്കും? അതിന് നിങ്ങൾ നിങ്ങളുടെ നിയന്ത്രണം ഏറ്റെടുക്കുക. യു ടേക്ക് ചാർജ് ഓഫ് യുവർ ലൈഫ്. നിങ്ങൾ നിയന്ത്രണം ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഈ നിമിഷത്തിലായിരിക്കും ജീവിതം. ഈ നിമിഷത്തിൽ ജീവിച്ച് മുന്നേറാം. ഈ ഒരൊറ്റ ജീവിതം വലിയൊരു ഗിഫ്റ്റ്, ബ്ലെസ്സിങ്. ഇത് അതിൻ്റെ പരമാവധി ഉപയോഗത്തോടെ, സന്തോഷത്തോടെ, സമാധാനപരമായിട്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തേ പറ്റൂ. നിങ്ങളെ കൂടെ കൂടെ ഓർമ്മിപ്പിക്കുക, ഐ ആം ഇൻ ചാർജ് ഓഫ് മൈ ലൈഫ്. ഐ ആം ഇൻ ചാർജ് ഓഫ് മൈ ലൈഫ്. ഇത് 10 തവണ, 100 തവണ, 10,000 തവണ ഇങ്ങനെ നിങ്ങൾ ബോധപൂർവം പറയുമ്പോൾ പിന്നെ നിങ്ങൾ തന്നെ അവിടെ ചാർജ് ഏറ്റെടുക്കും. നിങ്ങളുടെ മനസ്സല്ല. ഈ നിമിഷത്തിൽ ജീവിക്കുക. നിങ്ങളുടെ മനസ്സ് ഇപ്പോൾ ചിന്തിച്ച് കൂട്ടിയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വളരെ ഭംഗിയായി, ഈസിയായി നിങ്ങൾക്ക് കൈകാര്യം ചെയ്യുവാൻ സാധിക്കും. അതിന് വേണ്ട ആക്ഷൻ എടുക്കുവാൻ, അതിന് വേണ്ട സൊല്യൂഷൻസ് കണ്ടെത്തി ആക്ഷൻ എടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. അതിന് നിങ്ങൾ നിങ്ങളെ ആക്ടിവേറ്റ് ചെയ്തേ പറ്റൂ. യു ടേക്ക് ചാർജ് ഓഫ് യുവർ ലൈഫ്. യു ആക്ടിവേറ്റ് യുവർ സെൽഫ്, നോട്ട് യുവർ മൈൻഡ്. എപ്പോഴൊക്കെ മനസ്സ് ആക്ടിവേറ്റ് ആവുന്നുവോ അത് നമ്മെ കൊണ്ടുപോകുന്നത് അതിൻ്റെ പഴയകാല പ്രോഗ്രാമിങ്ങിലൂടെ തന്നെയായിരിക്കും. അതിനെ അനുവദിക്കാതിരിക്കണമെങ്കിൽ മനസ്സുമായി ഫൈറ്റ് ചെയ്യുകയല്ല, നിങ്ങൾ നിങ്ങളുടെ നിയന്ത്രണം ഏറ്റെടുക്കുക. അത് മാത്രം നിങ്ങൾ ചെയ്താൽ മതി. ഐ ടേക്ക് ചാർജ് ഓഫ് മൈ സെൽഫ്. ഐ ആം ഇൻ ചാർജ് ഓഫ് മൈ സെൽഫ്. അവിടെ പിന്നെ ചിന്തകൾ വരുന്നതല്ല, ചിന്തകൾക്ക് സ്വാധീനമുണ്ടാകുന്നതല്ല, പാസ്റ്റിന് സ്വാധീനമുണ്ടാകുന്നതല്ല, നിങ്ങളുടെ നെഗറ്റീവ് ഇമോഷൻസിന് അവിടെ സ്വാധീനം വരില്ല. മറിച്ച് അവിടെ സ്വാധീനം ഈ നിമിഷത്തിനാണ്.
നിങ്ങൾ നിങ്ങളുടെ നിയന്ത്രണം ഏറ്റെടുക്കുക. നിങ്ങളുടെ മനസ്സിന് നിങ്ങളുടെ നിയന്ത്രണം നൽകാതിരിക്കുക. എപ്പോഴൊക്കെ നിങ്ങൾ ചാർജ് ഏറ്റെടുക്കുന്നുവോ, എപ്പോഴൊക്കെ നിങ്ങൾ നിങ്ങളുടെ നിയന്ത്രണം ഏറ്റെടുക്കുന്നുവോ, അവിടെ മനസ്സിന് പ്രസക്തിയില്ല. ആ ഒരു സ്പേസിൽ നിങ്ങൾക്ക് ഏത് ആക്ഷൻ എടുക്കുവാനും സാധിക്കും. അവിടെ അലസതയ്ക്ക് സ്കോപ്പില്ല. മാറ്റിവെക്കൽ, മടി, അലസത, ടെൻഷൻ, ഉത്കണ്ഠ, ഇതിനൊന്നും നിങ്ങൾ ചാർജ് ഏറ്റെടുത്തു കഴിഞ്ഞാൽ സ്ഥാനമില്ല. അത് സ്ഥാനമുള്ളതൊക്കെ മനസ്സിലാണ്. ആ മനസ്സ് അത് ആസ്വദിച്ചു കൊണ്ടേയിരിക്കുന്നു. മനസ്സിൻ്റെ സന്തോഷം, കഴിഞ്ഞ കാലത്തെ കഥകൾ, പരാജയ കഥകൾ, മോശം കഥകൾ, അസൂയ, ദേഷ്യം, ഭയം, ഇതിലൊക്കെ പെട്ട് കറങ്ങിക്കൊണ്ടേയിരിക്കുക. അതിലാണ് മനസ്സിൻ്റെ സന്തോഷം. പക്ഷെ നമുക്കറിയാം, അത് നമ്മുടെ പുരോഗതിക്ക് ഒരിക്കലും സഹായകരമല്ല. അപ്പോൾ അത്തരത്തിലുള്ളൊരു